പണ്ട് ഒരു രാജ്യത്ത് ഒരു സുന്ദരിയായ ഗംഗ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവളുടെ വീട് മാത്രം ഒരു കുറ്റിക്കാട്ടിലായിരുന്നു. ആ കുറ്റിക്കാട്ടിൽ ഇപ്പോൾ ആൾതാമസമൊന്നുമില്ല. അവൾ കാരണം ഇപ്പോൾ അവളുടെ സ്ഥലത്ത് ആരും ജീവിക്കുന്നില്ല. ആർക്കും അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവൾ മരിച്ചത് ആരും തന്നെ അറിഞ്ഞില്ലായിരുന്നു. ഇവളുടെ ശവത്തിനെ ആരും തന്നെ കുഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു ആത്മാവായി ഇവിടെ അലഞ്ഞു നടക്കുകയാണ്. അത് കാരണം പുറത്തുനിന്ന് വരുന്നവർക്ക് പോലും അറിയത്തില്ല. പുറത്തുനിന്ന് വരുന്നവർ ഇതിലെ നടന്നു വരുമ്പോൾ തന്നെ പല പല സൗണ്ടുകൾ കേൾക്കും. പക്ഷേ പണ്ടൊക്കെ നടന്നു വന്നുകൊണ്ടിരുന്നവര് ഈ ഗംഗ ഒരു സുന്ദരിയായ പെൺകുട്ടിയായി വഴിയിലേക്ക് ചാടിയിറങ്ങി അവരെ അവളുടെ കൂടാരത്തിൽ മയക്കിയിടും. അതിനുശേഷം അവൾ കൊല്ലും. പല പല വാഹനങ്ങൾ ഇതിലെ യാത്ര ആവാറുണ്ട്. ആ വാഹനങ്ങൾ പോയ പുറകെ തന്നെ ഒരുപാട് മനുഷ്യർ വരാറുണ്ട്. അങ്ങനത്തെ കുറെ വാഹനങ്ങൾ ഇതിലെ വരാറുണ്ട്. ഒരു വാഹനം പോയി പുറകെ അടുത്ത വാഹനം വരും. ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ ഇവർ മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ ഗംഗ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, ആണുങ്ങൾ വരുമ്പോഴാണ് ഈ ഗംഗ അവളുടെ വലയത്തിൽ ഇവരെ കുടുക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഒരു വണ്ടി വന്നു. ആ വണ്ടിക്കാരന് എന്തോ ഒരു സംശയം തോന്നി. വണ്ടിക്കാരൻ സൈഡിലേക്ക് നോക്കി. പക്ഷെ അയാൾക്കൊരു കുഴപ്പവുമില്ലാതെ തന്നെ അയാൾ പോയി. പക്ഷെ ആ പുറകെ തന്നെ ഒരു പെൺകുട്ടി നടന്നു വന്നു. അവൾ ഒരു കുഴപ്പവുമില്ലാതെ ഒന്നും അറിയാതെ പോകുന്നു. അവക്കറിയില്ലല്ലോ അവൾ മരണത്തിലേക്കാണ് നീങ്ങുന്നതെന്ന്. അദൃശ്യതയോടെ അവൾ അവിടെ ഒരു കുട്ടിയെ കണ്ടുമുട്ടി. അവിടുന്ന് എന്തോ ഒരു അനാവശ്യ ശബ്ദം കേട്ടു. അങ്ങനെ നടന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ കുട്ടി അങ്ങനെ നടന്ന് അവളുടെ അടുത്തേക്ക് എത്തി. അവൾ പറഞ്ഞു, ആ കുട്ടി ഒന്നും അറിയാത്ത പോലെ നടന്നുപോയി. അവൾ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോയി. വിഷം തന്നെ. ആ കുട്ടി നടന്ന് അവളുടെ വീടിനടുത്തേക്ക് എത്താറായി. അവൾ അവളുടെ വീട്ടിലെത്തി അത് കുഴിച്ചിടാൻ തുടങ്ങി. അപ്പോൾ അവൾ ഓർത്തു പണ്ട് അവളോട് ഈ കമ്പ് കൊടുത്ത പ്രേതമല്ല, അവൾക്കറിയില്ലല്ലോ. ഈ കമ്പ് കൊടുത്ത ചേച്ചി അവളോട് അത് കുഴിച്ച് 2 മാസം കഴിയുമ്പോഴത്തേക്കിന് അതിൽ നിന്നൊരു പെൺകുട്ടി വരും എന്നാണല്ലോ പറഞ്ഞിരുന്നതെന്ന് ആ കുട്ടി സാവകാശം ഓർത്തു. അവൾ അതൊക്കെ കരുതിക്കൊണ്ട് അവൾ അത് കുഴിച്ചിട്ടു. അവൾ വളരെ സന്തോഷത്തോടെ അത് കുഴിച്ചിട്ടു. വെള്ളമൊഴിക്കാനായി ആ ചെടിയുടെ നിങ്ങൾ കണ്ടു, ആ മരം വളർന്ന് 2 മാസം കൊണ്ട് ഇത്രയും വലിയ മരമായി മാറി. 2 ദിവസങ്ങളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ പ്രേതമായ ഗംഗ ഇറങ്ങി വരും. പക്ഷേ ആ കുട്ടി കരുതുന്നത് എന്തോ ഒരു സ്വർണ്ണ പെൺകുട്ടി അവളെ രക്ഷിക്കാൻ വരുന്നു എന്നാണ് അവൾ കരുതുന്നത്. ദിവസം കഴിഞ്ഞു. അവൾ നോക്കുമ്പോൾ ആ ചെടിയുടെ പുറകിലായി ഒരു പെൺകുട്ടി ബോധം കെട്ടി കിടക്കുന്നു. ഇവൾ ഓടിച്ചെന്ന് വെള്ളമെടുത്തു കൊണ്ടുവന്നു ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തളിച്ചു. ഉടൻ തന്നെ അവൾ എഴുന്നേറ്റു. ഈ പെൺകുട്ടി ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയെങ്കിലും അവൾ പറഞ്ഞു, പേടിക്കല്ല മോളെ, നീ അന്ന് തന്നെ അയാളുടെ സ്വർണ്ണ പെൺകുട്ടിയാണ് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ആ പ്രേതം അവളുടെ കള്ളത്തരം തുടങ്ങി. ദിവസം രാത്രി 12 മണിയോടുകൂടി 2 പേരും കൂടെ അങ്ങനെ 2 പേരും കൂടെ സാവകാശം നടന്ന് ആ സ്ഥലത്തെത്തി. ഇതായിരുന്നു അവളുടെ താവളം. അങ്ങനെ ഒടുവിൽ താവളത്തെത്തി. അങ്ങനെ ആ പ്രേതം ആ കുട്ടിയെ, പാവം കുട്ടിയെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു.
ക്രൂരതയോടെ അവളെ കൊന്നു. ആ കുട്ടി കരഞ്ഞു. പ്രേതം പറഞ്ഞു, എനിക്ക് കുട്ടികളുടെ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ ആർട്ട് കഴിച്ചിട്ട് ഞാൻ കൊല്ലങ്ങളായി. ഞാൻ ശക്തി പ്രാപിച്ചു. അങ്ങനെ അതോടെ പ്രേതം സന്തുഷ്ടയായി. അതിനുശേഷം അവൾ ആത്മാവായി അവിടുന്ന് അപ്രതീക്ഷമായി രക്ഷിതമായി. ആണ് ഞാനിപ്പോ പറഞ്ഞ ഗംഗ എന്ന പ്രേതത്തിന്റെ കഥ. ഇടയ്ക്കിടയ്ക്ക് പല പല സൗണ്ടുകൾ നമുക്ക് കേൾക്കാം. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. കുട്ടികളൊന്നും പേടിക്കാതെ രാത്രിയിൽ പോയി സുഖമായി കിടന്നുറങ്ങിക്കോളും. ഈ കഥ കേട്ട് ആരും പേടിക്കണ്ട എന്ന് സ്വന്തം ടി ആൻഡ് എൽ കുട്ടീസ്.